എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ സൈലൻറ്റ് വാലിയിലാണ്. സൈലൻറ്റ് വാലി നാഷണൽ പാർക്ക് പാലക്കാട്ടിലെ ഒരു വന്യജീവി സങ്കേതമാണ്. അപ്പം രാവിലെ ഞാനിപ്പോൾ എത്തിയിരിക്കുകയാണ്. ഇത് എത്തേണ്ട വഴിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പാലക്കാട്ടിലിറങ്ങാം. പാലക്കാട്ടിൽ നിന്ന് നമ്മൾ മണ്ണാർക്കാടിന് ആനക്കട്ടി ബസ് കിട്ടും. ആനക്കട്ടി ബസ്സിൽ കയറുക. അവിടെ മുക്കാലി ജംഗ്ഷനിൽ ഇറങ്ങിയതിന് ശേഷം പിന്നെ അവിടെ നിന്ന് 200 മീറ്ററേ ഉള്ളൂ സൈലൻറ്റ് വാലി ഓഫീസ്. ഇതാണ് ഓഫീസ്. 8 മണിക്കാണ് ഇവിടെ സഫാരി തുടങ്ങുക. അപ്പം ഞാൻ ഇന്ന് വന്ന അന്വേഷണത്തിന് വന്നിരിക്കുകയാണ്. പിന്നെ അന്വേഷിച്ചതിന് ശേഷം ഇന്ന് സഫാരി ചെയ്യാനാണ് പരിപാടി. അപ്പോൾ നോക്കാം കാര്യങ്ങളൊക്കെ, ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ്, ഈ ബസ്സിനാണ് സൈലൻറ്റ് വാലി സഫാരി ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഞങ്ങൾ ബസ്സിലെ ടിക്കറ്റ് റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് 600 വെച്ചിട്ട് ഞങ്ങൾക്ക് എങ്ങനെയോ ടിക്കറ്റ് കിട്ടി. ശരിക്കും പറഞ്ഞാൽ ഇത് നേരത്തെ ബുക്ക് ചെയ്ത് വെക്കണം. ഒരുപാട് പേര് ബുക്ക് ചെയ്തുകൊണ്ട് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ പെട്ടുപോയി. അവസാനം അവരുടെ കാല് പിടിച്ചിട്ടാണ് നമുക്ക് 2 സീറ്റ് കിട്ടിയത്. അപ്പം നിങ്ങൾ ഇവിടെ വരുന്നവർ നേരത്തെ ബുക്ക് ചെയ്യുക. അറ്റ്ലീസ്റ്റ് 1 ഡേ എങ്കിലും ബുക്ക് ചെയ്യുക. ലീവൊക്കെ ആകുമ്പോൾ കുറച്ച് നേരത്തെ ബുക്ക് ചെയ്യുക. ഓക്കെ, എന്നാലേ സഫാരിക്ക് കിട്ടും. ജീപ്പിന് ഇച്ചിരി അധികമാണ് നേരത്തെ കാണിച്ചാൽ മതി. അപ്പോൾ അങ്ങനെ നമ്മൾ ബസ്സിൽ സഫാരി തുടങ്ങിയിരിക്കുന്നു. കാണുന്ന 2 റോഡുണ്ട്. ഒന്ന് സൈലൻറ്റ് വാലിയിലേക്ക് പോകുന്നത്, ഒന്ന് ആദിവാസി. ആദ്യം ഒരു 9 കിലോമീറ്റർ കാപ്പിക്കുരു കുരുമുളക് പ്ലാന്റേഷനാണ്. നമ്മുടെ ഫോറസ്റ്റ് സ്ഥലമാണ്. ആദിവാസികളുടെ സൊസൈറ്റിക്ക് ലീസിന് കൊടുത്തിട്ടാണ്. ആദിവാസി 9 കിലോമീറ്റർ പ്ലാന്റേഷനാണ്. കാപ്പിക്കുരു കുരുമുളക് പ്ലാന്റേഷനാണ് കേട്ടോ. സിംഹവും മാത്രം ഇവിടെ ഇല്ല, ബാക്കിയെല്ലാം അന്വേഷിച്ചുള്ളതാണ്. ആദിവാസി കോളനി കാണുന്നത്. ഈ കോളനിയുടെ പേര് കരുവര എന്നാണ്. ഇത് 75 കുടുംബം താഴ്ഭാഗത്ത് ശ്രദ്ധിച്ചോ കേട്ടോ. ഈ കോളനിയുടെ പേര് കരുവര എന്നാണ്. ഇവിടെ 75 കുടുംബം താമസിക്കുന്നുണ്ട്. അപ്പൊ ജനവാസി ഇവിടം വരെ ഉള്ളൂ കേട്ടോ. നമ്മൾ പഴയകാല ആദിവാസികളൊന്നും ഇല്ല. എല്ലാം നല്ല ഡെവലപ്പാണ്, എല്ലാ സൗകര്യങ്ങളുണ്ട്. നമ്മളിപ്പോൾ 23 കിലോമീറ്ററിൽ 4 കിലോമീറ്റർ ഓടി. ഇനി ഒരുപാട് പോകാനുണ്ട്. എവിടെ മലയണ്ണാനാണ് കേട്ടോ. റൈറ്റ് സൈഡ് ശ്രദ്ധിച്ചു നോക്കൂ. കണ്ടോ കണ്ടു. നമ്മൾ വളരെ സൈഡിൽ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അധികം വെള്ളമുണ്ടാകല്ലേ, കണ്ടില്ലേ? തേക്കിന് വളരാൻ പറ്റിയ കാലാവസ്ഥയല്ല. 1960 വെച്ചിട്ടാണ് തേക്കിന് തീരെ വളർച്ചയില്ല കേട്ടോ. കാരണം തേക്ക് ചൂട് കാലാവസ്ഥയിൽ വളരത്തുള്ളൂ. നമ്മളിപ്പോൾ മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ ഫോറസ്റ്റ് പോയാൽ നല്ല പുതിയ തേക്കാണ്. സൈലൻറ്റ് വാലി തേക്കിന് വളരാൻ പറ്റിയ കാലാവസ്ഥയല്ല കേട്ടോ. തീരെ വളർച്ചയില്ല. മരങ്ങളിൽ പൊതുവെ ചന്ദ്രൻ സൈലൻറ്റ് വാലി ഇല്ല. ചന്ദ്രൻ എപ്പോഴും കാട്ടിലേക്ക് പോകുമ്പോൾ രാവിലെ ഫസ്റ്റ് പോകാനാണെങ്കിൽ കാണാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ഫ്രണ്ടിലൊക്കെ ഒരുപാട് വണ്ടികളൊക്കെ പോയിട്ടുണ്ട്. ഒരു 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് പോകാനാണ് ഏറ്റവും കൂടുതൽ ചാൻസ് കാണാൻ കേട്ടോ. നമ്മളിപ്പോൾ സൈലൻറ്റ് വാലി തുടങ്ങിയിട്ടില്ല. ഇത് അതിൻ്റെ പോകുന്ന വഴിയാണ്. സൈലൻറ്റ് വാലി കുറച്ച് കഴിഞ്ഞാൽ തുടങ്ങും. 23-ാം കിലോമീറ്ററിനാണ് സൈലൻറ്റ് വാലി തുടങ്ങും. കരിങ്കുരങ്ങ്, മലയണ്ണാൻ, അങ്ങനത്തെ എല്ലാ ന്യൂസും കാണാൻ പറ്റുന്നതാണ്. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചു നോക്കണ്ടോ. ഇവിടെ മുതലാണ് ശരിക്കും എവർഗ്രീൻ ഫോറസ്റ്റ് തുടങ്ങുന്നത്. ലോകത്തിലെ രണ്ടാമത്തെ എവർഗ്രീൻ റെയിൻ ഫോറസ്റ്റാണ് സൈലൻറ്റ് വാലി. ഫസ്റ്റ് വൺ ബ്രസീൽ ആമസോണാണ്. ആമസോൺ സൈലൻറ്റ് സെയിമാണ്. രണ്ടും നിലകൊണ്ട കാടുകളാണ്. ഏറ്റവും കൂടുതൽ
കാണുന്നത് സൈലന്റ് വാലിയാണ്. മറ്റു വനങ്ങളെല്ലാം വംശനാശം നേരിടുന്ന വനങ്ങളായതുകൊണ്ട് സൈലന്റ് വാലി ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നതാണ് നാഷണൽ പാർക്ക് പ്രഖ്യാപിച്ചത് കേട്ടോ. ഇപ്പോൾ പുള്ളി വരുന്നത് സൈലന്റ് വാലി മെയിനായിട്ട് സംരക്ഷിക്കപ്പെടുന്നത് സിംഹവാലം. നാഷണൽ പാർക്കുകൾക്കും വലിയൊരു പ്രത്യേകതയുണ്ടാവും. നാഷണൽ പാർക്കിൻ്റെ വരിയാണ്. ഇത് സൈലന്റ് വാലിയുടെ റൈറ്റ് സൈഡ് തമിഴ്നാടിൻ്റെ നാഷണൽ പാർക്ക് മുക്കുർത്തി എന്ന് പറയും. അവിടെ സംരക്ഷിക്കുന്ന വരയാടാണ്. പുറത്ത് ഇറങ്ങാട്ടോ, ഇത് ഇറങ്ങിക്കോളൂ കേട്ടോ. ഇതാണ് സൈലന്റ് വാലി ഗ്രീൻ ഫോറസ്റ്റ്, എവർഗ്രീൻ ഫോറസ്റ്റ്. അപ്പോൾ അതിൽ പുള്ളി പറഞ്ഞിട്ടുണ്ട് ബ്രസീലാണ് ഫസ്റ്റ് എവർഗ്രീൻ ഫോറസ്റ്റ്, സെക്കൻഡാണ് സൈലന്റ് വാലി എന്ന്. ഏകദേശം ഒരേ ടൈപ്പ് കാടുകളാണ്. ഈ മരത്തിൻ്റെ പേര് വെടിപ്പിലാവുന്ന കേട്ടോ. ഇത് 8 മാസം കായേണ്ട സമയത്ത് കായ വ്യത്യാസം ഇല പോകുന്നത്. അപ്പോൾ സിംഹവാലി മുഖ്യ പ്രശ്നമുണ്ട്. സ്ലീപ്പറില്ലേ, ഇതിൻ്റെ സ്ലീപ്പർ നമുക്കായിട്ട് ഉദ്ദേശിച്ചത് ഈ മരമാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഇപ്പോഴാണ് കോൺക്രീറ്റ് ആയത്. അപ്പോൾ നമ്മൾ ഏത് കടുത്ത വെള്ളം ഇതേ പച്ചപ്പായിരിക്കും ഇവിടെ. സൈലന്റ് വാലി പച്ചവെള്ള സ്ഥലത്തേക്ക് മാറി മാറി പോകും. ഓണസമയമാണ് ഏറ്റവും നല്ലത് വരാൻ. തൊട്ടപ്പുറത്താണ്. എന്ത് ഭംഗിയാണില്ലേ, ഇത്ര പച്ചപ്പാണ്. കാട്ടുപ്ലാവാണ് കേട്ടോ. കാട്ടുപ്ലാവ് സാധാ ചക്കയാണ്, നല്ല നല്ല ടേസ്റ്റാണ്. പെയ്ഡ് നേച്ചർ ക്യാമ്പ് എന്ന് പറയും. നമുക്കൊരു 15 വരെ ഗ്രൂപ്പ് അല്ലെങ്കിൽ 20 വരെ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ഇവിടെ 3 ദിവസം താമസിക്കാനുള്ള അവസരം ഉള്ളതാണ് കേട്ടോ. ഒരു 7 കിലോമീറ്ററും കൂടി സൈലന്റ് വാലി ഫോറസ്റ്റ്. കാട്ടിലെ കരുവേപ്പില, കാട്ടിലെ കറിവേപ്പിലയാണ്. നിങ്ങൾ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. വള്ളിച്ചൂരിലാണ് കേട്ടോ. നമ്മൾ കസേര മേശയൊക്കെ നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. വള്ളിച്ചൂരിലാണ് കേട്ടോ. ആദിവാസികൾ ഇവിടെ വന്ന് കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്നതാണ്. വള്ളിച്ചൂരിലാണ് കേട്ടോ. ഇതാണ് സൈലന്റ് വാലി തുടങ്ങുന്നത് എത്തുന്നത് കേട്ടോ. ഇത് മൊത്തം 89 നമുക്ക് ഒരു പുഴ കാണാം, കുന്തിപ്പുഴ എന്ന് പറഞ്ഞിട്ട്. ആ കുന്തിപ്പുഴയിൽ 1970-കളിൽ KSEBിയുടെ ഒരു ഡാമിൻ്റെ പദ്ധതി ഉണ്ടായിരുന്നു. അപ്പം അന്ന് ഡാം ക്യാൻസലായി പോയി. അതിന് ശേഷമാണ് ഇത് നാഷണൽ പാർക്കായി പ്രഖ്യാപിച്ചത്. അപ്പോൾ നമ്മളിപ്പോൾ ഒന്ന് ഡാം സൈറ്റ് കാണാനാണ് കേട്ടോ. അത് വാസകാലം ഇവിടെ വന്നു എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊരു പേരും മഹാഭാരത പേരുകളായിരിക്കും. കുന്തിദേവിനെ കുറിച്ച് പറയുന്നത് കുന്തിപ്പുഴ, സൈലന്റ്. ഇപ്പോൾ നമ്മുടെ സീ ലെവലിൽ നിന്ന് 1050 മീറ്റർ മുകളിലായി കേട്ടോ. ഇവിടെ നമ്മൾ പ്ലാന്റേഷൻസ് ഉണ്ടാവത്തില്ല. ഭൂമിയുള്ള കാലമുള്ള ഫോറസ്റ്റാണ്, നാച്ചുറലായിട്ടുള്ള ഫോറസ്റ്റാണ്. സൈലന്റ് വാലി എത്തിയിരിക്കുകയാണ്. ഫസ്റ്റ് നമ്മൾക്ക് ഇവിടെ വാച്ച് ടവർ ഉണ്ട്, അത് കാണാൻ പോകും. ഇതിൻ്റെ മുകളിലാണ് നമ്മൾ കയറാൻ പോകുന്നത്. വ്ളോഗിൻ്റെ ട്രാവൽ ലൈഫ് അഡ്വഞ്ചർ. സൈലന്റ് വാലിയിൽ നിന്നുള്ള കാഴ്ചകളാണ്. ഇതാണ് സൈലന്റ് വാലിനെ കുറിച്ചുള്ള വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ തരാം. പിന്നെ അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ.